തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് മുന്നണി വിടുന്നുവെന്ന തരത്തിലാണ് വ്യാപക പ്രചരണം. ഈ ഘട്ടത്തിൽ സ്റ്റീഫൻ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ്. LDF വിടുന്നുവെന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം നടക്കുകയാണ്. കേരള കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിലെ നിലപാട് എന്താണ്? അല്ല, ഇത് കുറേ നാളായിട്ട് നടക്കുന്നൊരു പ്രചരണമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും എവിടെയെങ്കിലും ഒരു സമ്മേളനം ഞങ്ങൾ നടത്തിയാൽ അപ്പോൾ തന്നെ ഇങ്ങനെ വാർത്തകൾ വരാറുണ്ട്. അത് സ്വാഭാവികമായ പ്രക്രിയ എന്നേ കാണുന്നുള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു പരാജയമുണ്ടായാൽ ഉടനെ മുന്നണി മാറുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ലീഗ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കേരള കോൺഗ്രസ് ക്ഷണിക്കുകയാണ്. ആ ക്ഷണത്തെ എങ്ങനെ നോക്കുകയാണ്? അല്ല, മുസ്ലിം ലീഗ് നേരത്തെ ആ സ്റ്റാൻഡായിരുന്നു. മുസ്ലിം ലീഗ് കേരള കോൺഗ്രസിനെ സ്ഥിരമായി ക്ഷണിക്കുകയും നമ്മുടെ MLA മാരെല്ലാം കാണുമ്പം ഒരുമിച്ചിരിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അതും മുന്നണി മാറ്റമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുസ്ലിം ലീഗിൻ്റെ ക്ഷണം പുതിയ കാര്യമായി കാണേണ്ടതില്ല. സ്ഥിരമായി അവർ നേരത്തെ മുതൽ പറയുന്നതാണ്. മാനസാറിൻ്റെ കാലം പോലെ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മുന്നണി വിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സേഫായിട്ട് നിൽക്കില്ലേ? പിന്നെ ഇപ്പോൾ അതിന് അങ്ങനെ ഒരു ആലോചനയുടെ കാര്യമില്ലല്ലോ. തന്നെയുമല്ല, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, കേരള കോൺഗ്രസിനെ ഈ PJ ജോസഫ് സാറ് പറയുന്ന പോലെ അത് അപക്വമായ പ്രസ്താവനയാണ്. PJ ജോസഫ് സാറിന് അദ്ദേഹം പറയുന്ന പോലെ ഒരു പരാജയം കേരള കോൺഗ്രസ് എമ്മിന് ഉണ്ടായിട്ടില്ല. പൊതുവേ നമുക്കറിയാം, കേരളത്തിൽ കുറച്ച് UDF മുൻതൂക്കം ഉണ്ടായി. അത് ശരിയാണ്, അത് ജനവിധി നമ്മൾ മാനിക്കുന്നു. പക്ഷേ അതുകൊണ്ട് എല്ലാം തീർന്നെന്ന് കരുതണ്ട. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി ക്ഷയിച്ചു പോയി എന്നാണ് ജോസഫിൻ്റെ നിലപാട്. അതൊക്കെ അടിസ്ഥാനരഹിതമായ ആരോപണമല്ലേ. അത് കഴിഞ്ഞ 5 വർഷം മുമ്പ് ജോസഫിൻ്റെ സ്ഥിതി എന്തായിരുന്നു? ഞങ്ങളതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ രാഷ്ട്രീയ മാന്യതയുള്ള ആളാണ് ജോസ് കെ മാണി. അതുകൊണ്ടാണ് അതിനൊന്നും മറുപടി പറയാത്തത്. ഞങ്ങൾ അത്തരം സ്റ്റേറ്റ്മെൻറ്റിന് മറുപടി പറയുന്നേ ഇല്ല. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം, ഇവിടെ കോട്ടയം ജില്ലയിൽ 5 ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് കേരള കോൺഗ്രസ് എമ്മിനുണ്ടായിരുന്നു. ഇപ്പം 4 ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ കുറവ് വന്ന എത്ര വോട്ടിനാണ്? 200 വോട്ടിന് കാഞ്ഞിരപ്പള്ളി. 29 വോട്ട്, ചുരുങ്ങിയ വോട്ട്. 300 വോട്ട് ഭൂരിപക്ഷത്തിൽ നിന്നപ്പോഴാണ് ഒരു പാട് ഇടുന്നത്. അവിടെ ഉണ്ടായ ചെറിയ ചലനങ്ങളുണ്ടായൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. ഇല്ലെങ്കിൽ കേരള കോൺഗ്രസ് പഴയ സ്ഥിതി നിലനിർന്ന 5, ജോസഫിന് 3. ഇപ്പം നമ്മൾ ഒരു സീറ്റേ കുറഞ്ഞുള്ളൂ. അതാണ് സ്ഥിതി. പാലാ നിയമമണ്ഡലത്തിലെ വോട്ട് നിങ്ങൾ നോക്കിയോ? പാലാ നിയമമണ്ഡലത്തിൽ LDFന് ഭൂരിപക്ഷമാണ് 1500 വോട്ട്. കാഞ്ഞിരപ്പള്ളിയിൽ 6000 വോട്ടാണ് ഇടതുപക്ഷ മുന്നണിക്ക് ഭൂരിപക്ഷം. പിന്നെ എവിടെ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത്? ഞങ്ങൾക്ക് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കിട്ടി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കിട്ടി, ആലപ്പുഴ ചെന്നിത്തല ജില്ലാ പഞ്ചായത്ത് കിട്ടി. ഇവിടെ നമുക്ക് 4 ജില്ലാ പഞ്ചായത്തുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കണക്ക് പരിശോധിക്കുമ്പോൾ ഞങ്ങളെല്ലാം പരിശോധിച്ചു. വലിയ ചില പരാജയങ്ങളുണ്ടായിട്ടുണ്ട്. ഉദ്ദേശിച്ച വിജയമുണ്ടായില്ല എന്നുള്ളത് ശരിയായിരിക്കും. പക്ഷേ അതുകൊണ്ടൊരു പരാജയമെന്ന് പറയാൻ തയ്യാറല്ല. പാർട്ടിയുടെ സംഘടനാ ബലം കൊണ്ടാണ്. കോട്ടയം ജില്ല ഇപ്പോൾ പാലാ നിയമം എടുത്താൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്കുണ്ടായിരുന്ന ജനപ്രതിനിധികൾ 44ആണ്. അത് 47 വർദ്ധിക്കുകയാണ് ചെയ്തത്. പിന്നെ എവിടെ പരാജയം? ഭരണം നഷ്ടപ്പെടുന്നുള്ള വലിയ നഷ്ടപ്പെടുന്നെന്ന് പറഞ്ഞാൽ എന്താ? 10 നിലനിർത്തി. ഞങ്ങൾക്ക് പാലായിൽ ഉണ്ടായിരുന്നത് എന്താണ്? 10 സീറ്റാണ് ഉണ്ടായിരുന്നത്, അത് നിലനിർത്തി. LDFന് 2 കിട്ടി, 12 ഉണ്ട്. സ്വതന്ത്രനെ ആശ്രയിച്ചേ ഭരിക്കാൻ പറ്റൂ. അപ്പോൾ UDFനും ഇല്ലല്ലോ ഭൂരിപക്ഷം. നമ്മുടെ CPIയുടെ സ്ഥാനാർത്ഥി നമ്മുടെ സ്ഥാനാർത്ഥി നമ്മൾ ടോസ് ചെയ്ത് പോയത് ആണ് പരാജയപ്പെട്ടു പോയത്. അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുമായിരുന്നു. മുത്തോലി തിരിച്ചു പിടിച്ചു. മുത്തോലി BJP അല്ലേ ഭരിച്ചുകൊണ്ടത്? ഞങ്ങൾ പൂർണ്ണമായിട്ട് തിരിച്ചു പിടിച്ചില്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് എമ്മിനെ ആക്ഷേപിച്ച് പറയുന്ന നേതാക്കളുടെ ഒറ്റ ചോദ്യം. ഈ ആക്ഷേപിക്കുന്ന നേതാക്കൾ, നിങ്ങൾ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പാണല്ലോ ഈ ആക്ഷേപിച്ച് പറയുന്നത്. നിങ്ങൾക്ക് കേരളത്തിലെ ഒരു പഞ്ചായത്ത് ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുമോ? പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന് ഭരിക്കാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് ഭരിക്കുന്ന പഞ്ചായത്താണ് കുറളങ്ങര പഞ്ചായത്ത്. അത് ചെറിയ കാര്യമാണോ? മുത്തോലി, അങ്ങനെ പല പഞ്ചായത്തുകളും 7 UDFൻ്റെ പഞ്ചായത്തുകൾ കോട്ടയം ജില്ലയിൽ ഗ്രാമപഞ്ചായത്ത് തിരിച്ചു പിടിച്ചു, LDF തിരിച്ചു പിടിച്ചു. ഇതൊന്നും മോശമായിട്ട് കാണുന്നില്ല. കേരള കോൺഗ്രസിൻ്റെ അടിത്തറ ഇപ്പോഴും വളരെ ശക്തമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമായി ആ ഒരു മാനദണ്ഡമായി പാർട്ടിയുടെ ശക്തിയെ വിലയിരുത്താൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ കേരളത്തിലെ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നയിനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ജില്ലാ കൗൺസിലും എല്ലാം LDF ജയിച്ചു. അപ്പോൾ 1 വർഷം മുമ്പ് വിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തി. എന്തുണ്ടായി? രാജീവ് ഗാന്ധി അസാസിൻ ചെയ്യപ്പെട്ടു, UDF ജയിച്ചു. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇങ്ങനെ 3 മാസം കഴിഞ്ഞ് വരുന്ന അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ 3 മാസം ഉണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, ചേഞ്ച്, അതനുസരിച്ച് ജനങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, അതൊരിക്കലും നമുക്ക് അത് വെച്ച് അസസ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. മുന്നണി വിടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. അങ്ങനെ പാർട്ടി ചർച്ച ചെയ്തിട്ടേ ഇല്ല. LDF ഈ കാര്യം വിലയിരുത്തുമോ? ഈ ഉണ്ടായ പരാജയത്തെക്കുറിച്ച് LDF ഒരു സമഗ്രമായി നാളെ LDF യോഗം ഉണ്ടല്ലോ. നാളെ LDF 10:30 മണിക്ക് യോഗം ചേരും വേക്കേഷൻ സെൻറ്ററിൽ വെച്ച്. ബഹുമാന ജോസ് കെ മാണി ഞാനും പങ്കെടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തപ്പെടണമല്ലോ.
വിലയിരുത്തുക എന്നുള്ളത് അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. സി പി എമ്മിൻ്റെ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് വിലയിരുത്തും, അതിനാവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തും, എന്ത് വേണമെന്ന് ഗൗരവമായി ആലോചിക്കും. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. എന്തായാലും തെരഞ്ഞെടുപ്പിലെ ഒരു തിരിച്ചടിയുടെ പേരിൽ മുന്നണി വിടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നാണ് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു വെക്കുന്നത്. സാംജിത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.